Hello my dear viewers, welcome to today's video. Today's video is about how to prepare moong dal sprouts or green gram sprouts. പച്ച ചെറുപയറുണ്ടല്ലോ, അത് എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ മുളപ്പിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് നല്ല ചെറുപയറായിരിക്കണം. അതായത് എ ഗ്രേഡ് ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ളത് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിലേതെങ്കിലും കട്ടയോ ചെളിയോ അങ്ങനെ എന്തെങ്കിലും കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കുക. റണ്ണിങ് വാട്ടറിൽ 2-3 തവണ നല്ല ഭംഗിയായിട്ട് കഴുകി എടുത്ത് വയ്ക്കുക. ഇങ്ങനെ കഴുകിയെടുത്ത മൂങ് ദാൽ 24 hours സോക്ക് ചെയ്യാനായിട്ട് അടച്ച് സൂക്ഷിച്ച് വയ്ക്കുക. മൂങ് ദാൽ സ്പ്രൗട്ട് ചെയ്യിക്കാനായിട്ട് നമുക്കിനി വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സ്റ്റെയിനർ, ഇതുപോലൊരു പാത്രം, അതുകൂടാതെ ഒരു കോട്ടൺ ക്ലോത്തും നമുക്ക് ആവശ്യമാണ്. സ്റ്റെയിനറിന് പകരമായിട്ട് നിങ്ങൾക്ക് സീവ് വേണമെങ്കിലും യൂസ് ചെയ്യാം. വലിയ പ്ലാസ്റ്റിക് സീവുകളൊക്കെ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കോട്ടൺ ക്ലോത്ത് ഈ സ്റ്റെയിനറിലേക്ക് നല്ല രീതിക്ക് സ്പ്രെഡ് ചെയ്തിട്ട ശേഷമാണ് അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മൂങ് ദാൽ സ്പ്രെഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയറിനെ നമുക്ക് ഈ സ്റ്റെയിനറിലേക്ക് നല്ലതുപോലെ നിരത്തി വയ്ക്കാം. നല്ലതുപോലെ മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ തൊലിയെല്ലാം വിട്ടുമാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഈവനായിട്ട് നിരത്തണം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ നമ്മൾ സ്റ്റെയിനറിൽ നിരത്തുമ്പോൾ ഓവർ ക്രൗഡഡ് ആവാതെ നോക്കണം. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് അത് ചീത്തയായി പോകാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഒന്നിനോടൊന്ന് തൊടാതെ മാറി മാറി നിൽക്കുന്ന രീതിക്ക് നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് അതിൻ്റെ മുള വരികയും നല്ല ഹെൽത്തി ആയിട്ട് നമുക്കത് എടുക്കാനും കഴിയും. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അധികം ക്രൗഡഡ് ആവാതെ പയർമണികൾ നിരത്തി കൊടുക്കുക. കറക്റ്റ് അളവിൽ മാത്രമേ നമ്മൾ ഇത്തരത്തിൽ ബീൻസ് എടുക്കാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ക്രൗഡഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല രീതിക്ക് സ്പ്രൗട്ട് വരികയില്ല. അപ്പോൾ ഇതിനെ ബ്രീത്ത് ചെയ്താൽ മാത്രമേ, ആ ചെടികൾക്ക് ബ്രീത്ത് ചെയ്താൽ മാത്രമേ അത് നല്ല രീതിക്ക് സ്പ്രൗട്ട്സ് വരുള്ളൂ, മുള വരുള്ളൂ. അപ്പോൾ നിങ്ങൾ അക്കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ആവശ്യം എന്നത് കണക്കാക്കിയും നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റെയിനറിൻ്റെ വലിപ്പം അനുസരിച്ചുമാണ് നിങ്ങൾ ഗ്രാംസ് എത്ര വേണം എന്ന് നിശ്ചയിക്കേണ്ടത്. ഇനി നമുക്ക് മറ്റൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഇതിനെ കവർ ചെയ്ത് നല്ലപോലെ ഫോൾഡ് ചെയ്ത് വയ്ക്കാം. കാരണം ഇതിന് ഡയറക്റ്റ് ലൈറ്റ് ആവശ്യമില്ല, എന്നാൽ ലൈറ്റിൻ്റെ ആവശ്യവുമാണ്. ലൈറ്റിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അതിനൊരു എയറേഷനുള്ള തുണി തന്നെ ഉപയോഗിച്ച് അതിനെ കവർ ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ നനയ്ക്കുന്ന വെള്ളം സ്റ്റെയിനറിലൂടെ താഴെ കളക്ട് ചെയ്യും. ഇനി ഇതിന് പുറത്തേക്ക് നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കണം. ഞാൻ ഇവിടെ 2 ഗ്ലാസ് പ്ലേറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിക്ക് ആ വെയിറ്റ് എല്ലാ പയറിലും ഒരേപോലെ വെയിറ്റ് വരുന്ന രീതിക്ക് വേണം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെയിറ്റ് വെച്ച് കൊടുക്കാൻ. സ്പ്രേ വാട്ടർ twice a day in the morning and in the evening. മൂങ് ദാലിൻ്റെ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് വെയിറ്റ് എക്സേർട്ട് ചെയ്താൽ മാത്രമേ യൂണിഫോമായിട്ട് ഈ ഗ്രാംസ് എല്ലാം വളർന്നു വരുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 2 പ്ലേറ്റ്സ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചത്. 2ാം ദിവസം നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് മുള എങ്ങനെയാണ്, മുള വന്ന് തുടങ്ങിയോ, അതിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. 2ാം ദിവസവും ഇതുപോലെ പയർമണികളെ രാവിലെയും രാത്രിയും വെള്ളം സ്പ്രേ ചെയ്ത് നനയ്ക്കണം. ഇനി നമുക്ക് നോക്കാം ഇതിലെ മുള വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന്. മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ കവർ ചെയ്ത് വെച്ചിട്ട് ഒന്നുകൂടി നനച്ചിട്ട് മാറ്റി വയ്ക്കാം. 3ാം ദിവസം ഇതുപോലെ തന്നെ നമുക്ക് തുറന്ന് നോക്കി അതിൻ്റെ സൈസ്, ബീൻസിൻ്റെ സൈസ് അതെങ്ങനെയാണ് മുളച്ചു വന്നിട്ടുള്ളതെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് രാവിലെയും രാത്രിയിലും 3ാം ദിവസവും ഇങ്ങനെ നനച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ മുള നീളത്തിന് വന്നിട്ടുണ്ട്. സ്റ്റെയിനറിൻ്റെ അടിയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ ഗ്രീൻ ഗ്രാം സ്പ്രൗട്ട് ചെയ്തതിൻ്റെ റൂട്ട്സ് നമുക്ക് കാണാൻ കഴിയും. 4ാം ദിവസവും നമുക്ക് ഇതുപോലെ തന്നെ
ഈ ഗ്രീൻ ഗ്രാം എങ്ങനെ സ്പ്രൗട്ട് ചെയ്തു എന്ന് നോക്കാം. നല്ല രീതിക്ക് മുള വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെക്കാട്ടിലും നല്ല നീളത്തിൽ അതിൻ്റെ മുളകൾ വന്നിരിക്കുന്നു. സ്റ്റെയിനറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ വേര് നല്ലതുപോലെ വളർന്നിട്ടുള്ളതായിട്ട് കാണാം. ഇത്തരത്തിൽ എല്ലാ ഗ്രാംസിനെയും നമുക്ക് മുളപ്പിച്ചെടുത്ത് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഹെൽത്തിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മൂങ് ദാൽ ഇതുപോലെ നിങ്ങളും മുളപ്പിച്ചെടുത്ത് യൂസ് ചെയ്യുക. കമൻസ് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സീ യു അഗെയിൻ.